ഹലോ എവറി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തുല്യത +2 ഇംഗ്ലീഷ് പരീക്ഷയുടെ 2024 ചോദ്യപേപ്പറാണ്. ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻസ് 1 to 8. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. 1 മുതൽ 8 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുക. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം ശ്രദ്ധാപൂർവം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പാസേജ് വായിക്കാം. അറ്റ് ദാറ്റ് ടൈം ത്രിവേണി വാസ് എ വെരി പോപ്പുലർ റൈറ്റർ ഇൻ ദ കന്നഡ ലാംഗ്വേജ്. അക്കാലത്ത് കന്നഡ ഭാഷയിലെ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. ഷീ വാസ് എ വണ്ടർഫുൾ റൈറ്റർ. അവർ ഒരു മികച്ച എഴുത്തുകാരിയായിരുന്നു. ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. വായിക്കാൻ എളുപ്പമുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരുന്നു അവരുടെ ശൈലി. Her stories usually dealt with complex psychological problems in the lives of ordinary people and were always very interesting. സാധാരണക്കാരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളാണ് അവരുടെ കഥകൾ കൈകാര്യം ചെയ്തിരുന്നത്. അവ എല്ലായ്പ്പോഴും വളരെ രസകരമായിരുന്നു. Unfortunately for Kannada literature, she died very young. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ത്രിവേണി എന്ന മികച്ച എഴുത്തുകാരിയെ കന്നഡ ഭാഷയ്ക്ക് നഷ്ടമായി. ഈവൻ നൗ ആഫ്റ്റർ 40 years പീപ്പിൾ കണ്ടിന്യൂ ടു അപ്രിഷിയേറ്റ് ഹെർ നോവൽസ്. 40 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആളുകൾ അവരുടെ നോവലുകളെ വിലമതിക്കുന്നു. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം ഓപ്ഷൻസ്: മൈ eccentric guess, Mother's Day, how I taught my grandmother to read. Right answer: how I taught my grandmother to read. ഉത്തരം ശരിയായാൽ 1 മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം: വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ദാറ്റ് മീൻസ് ഹോൾഡ് ഇൻ ഹൈ റിഗാർഡ്. ഈ പാഠഭാഗത്തിലെ ഏത് വാക്കിൻ്റെ മീനിങ് ആണ് ഹോൾഡ് ഇൻ ഹൈ റിഗാർഡ്? ഇത് കുറച്ച് ടഫാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സാധാരണ കാണാത്തതാണ്. ഓപ്ഷൻസ് നോക്കാം. കണ്ടിന്യൂ, അപ്രീഷിയേറ്റ്, കൺവിൻസിങ്. റൈറ്റ് ആൻസർ അപ്രീഷിയേറ്റ്. 1 മാർക്കാണ് ലഭിക്കുക. അടുത്ത ചോദ്യം: വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ത്രിവേണീസ് റൈറ്റിംഗ്. ത്രിവേണിയുടെ എഴുത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആൻസർ: ത്രിവേണീസ് റൈറ്റിംഗ് സ്പെഷ്യാലിറ്റി വാസ് ദാറ്റ് her stories dealt with complex psychological problems in the lives of ordinary people in an interesting and convincing way. സാധാരണക്കാരുടെ ജീവിതത്തിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളാണ് അവരുടെ കഥകൾ കൈകാര്യം ചെയ്തിരുന്നത്. അതായിരുന്നു അവരുടെ രചനയുടെ പ്രത്യേകത. 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തെഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യം: വിച്ച് ഈസ് ദ ലാംഗ്വേജ് റെഫേർഡ് ഹിയർ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഓപ്ഷൻസ്: തമിഴ്, കന്നഡ, മലയാളം. റൈറ്റ് ആൻസർ കന്നഡ. ശരി ഉത്തരത്തിന് 1 മാർക്കാണ്. അടുത്ത ചോദ്യം: റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കവിതയിലെ വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ is second childishness eventful history. Sans teeth, sans eyes, sans taste, sans everything. ചോദ്യം നോക്കാം. These lines are taken from the poem. ഈ വരികൾ ഏത് കവിതയിൽ നിന്നാണ്? ഓപ്ഷൻസ്: സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്, റിമെമ്പർ മീ, ദ 7 ages of man. റൈറ്റ് ആൻസർ ദ 7 ages of man. ശരി ഉത്തരത്തിന് 1 മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം: ദ പോം ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ്. ഈ കവിത താഴെ പറയുന്ന ഏത് നാടകത്തിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻസ്: ദ ടെമ്പസ്റ്റ്, ആസ് യു ലൈക്ക് ഇറ്റ്, ദ വിൻറ്റേജ് ടെയിൽ. റൈറ്റ് ആൻസർ ആസ് യു ലൈക്ക് ഇറ്റ്. ശരി ഉത്തരത്തിന് 1 മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം: ഹൗ ഡസ് ദ പോയറ്റ് പ്രസന്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? വൈ. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെ കവി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ട്? ആൻസർ: ദ പോയറ്റ് പ്രസൻറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ആസ് എ സ്റ്റേജ് ഓഫ് ഡിക്ലൈൻ ആൻഡ് ലോസ് വേർ എ പേഴ്സൺ ലോസസ് ദെയർ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് സെൻസസ്. ഒരു വ്യക്തിക്ക് ശാരീരിക കഴിവുകളും ഇന്ദ്രിയങ്ങളും നഷ്ടപ്പെടുന്ന അധപതനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഘട്ടമായാണ് കവി ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെ അവതരിപ്പിക്കുന്നത്.
This is described as second childishness because the person becomes dependent and helpless like a child. ഒരു കുട്ടിയെപ്പോലെ ആശ്രിതനും നിസ്സഹായനുമായി തീരുന്നതിനാൽ ഇതിനെ സെക്കൻഡ് ചൈൽഡിഷ്നസ് എന്ന് പറയുന്നു. The poet presents it this way to show the natural progression of life and the effects of aging. ജീവിതത്തിൻ്റെ സ്വാഭാവിക പുരോഗതിയും വാർദ്ധക്യത്തിൻ്റെ ഫലങ്ങളും കാണിക്കുന്നതിനാണ് കവി ഇത് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഈ ആൻസറിൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഉത്തരമായി എഴുതിയാലും മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ഫ്രേസ് സെക്കൻഡ് ചൈൽഡിഷ്നസ്? സെക്കൻഡ് ചൈൽഡിഷ്നസ്, രണ്ടാം ബാലിശത എന്ന പ്രയോഗം കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? The poet means that in old age a person becomes like a child again, losing their physical and mental abilities and becoming dependent on others. വാർദ്ധക്യത്തിൽ ഒരു വ്യക്തി വീണ്ടും ഒരു കുട്ടിയെപ്പോലെ ആകുകയും ശാരീരികവും മാനസികവുമായ കഴിവുകൾ നഷ്ടപ്പെടുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. The phrase second childishness highlights the similarities between old age and childhood, where both stages require care and support. സെക്കൻഡ് ചൈൽഡിഷ്നസ്, രണ്ടാം ബാലിശത എന്ന പ്രയോഗം വാർദ്ധക്യത്തിനും ബാല്യത്തിനും ഇടയിലുള്ള സമാനതകളെ എടുത്തു കാണിക്കുന്നു. ജീവിതത്തിലെ ഈ 2 ഘട്ടങ്ങൾക്കും പരിചരണവും പിന്തുണയും ആവശ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണിത്. Questions 9 to 15 answer any 5. Each carries 2 scores. 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 മാർക്ക് വീതം. ചോദ്യം നോക്കാം. Write 2 slogans in favor of Sachin to express your admiration of his excellence. One is done for you. സച്ചിൻ്റെ മികവിനോടുള്ള നിങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അനുകൂലമായി 2 മുദ്രാവാക്യങ്ങൾ എഴുതുക. ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കാം. When Sachin is batting, even God is watching. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ദൈവം പോലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാണുന്നുണ്ട് എന്നാണ് മീനിങ്. ഇതുപോലെ 2 സ്ലോഗൻ നിങ്ങൾ എഴുതണം. ആൻസർ നോക്കാം. സച്ചിൻസ് ബാറ്റ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്, എ മാസ്റ്റർ ഓഫ് എവറി പിച്ച്. Runs flow like rivers when Sachin takes over. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഇത് തന്നെ എഴുതണമെന്നില്ല. അടുത്ത ചോദ്യം, filling the blanks using as soon as or so that and complete the sentence. as soon as അല്ലെങ്കിൽ so that ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് വാചകം പൂർത്തിയാക്കുക. I will go by car dash I can take more luggage. അടുത്ത ചോദ്യം, I will call you dash I arrive. ആൻസർ, I will go by car so that I can take more luggage. അടുത്തത്, I will call you as soon as I arrive. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 103-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ളവ പഠിക്കുക. അതിൻ്റെ വീഡിയോ ഈ ചാനലിലുണ്ട്. വേണ്ടവർ അത് കണ്ട് പഠിക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? മദേഴ്സ് ഡേ എന്ന നാടകം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആൻസർ, ദ പ്ലേ മദേഴ്സ് ഡേ ബൈ J.B. Priestley ഈസ് അബൌട്ട് എ മദർ ഹൂ ഫീൽസ് അൺഅപ്രീഷിയേറ്റഡ് ആൻഡ് ഓവർവർക്ക്ഡ്. J.B. പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ എന്ന നാടകം അമിതമായി വീട്ടുജോലി ചെയ്യേണ്ടി വരുന്ന, അവഗണന നേരിടേണ്ടി വരുന്ന ഒരു അമ്മയെക്കുറിച്ചാണ്. The story highlights the importance of appreciating and respecting mothers for all they do. അമ്മമാർ ചെയ്യുന്ന എല്ലാത്തിനും അവരെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കഥ എടുത്തു കാണിക്കുന്നു. It shows how mothers work hard for their families and encourages us to think about showing them love and gratitude. അമ്മമാർ അവരുടെ കുടുംബങ്ങൾക്കായി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് ഇത് കാണിക്കുന്നു. കൂടാതെ അവരോട് സ്നേഹവും നന്ദിയും കാണിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡസ് ആലിസ് വോക്കർ ഡിസ്ക്രൈബ് ഹർ പേഴ്സോണ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോം റിമെമ്പർ മീ?
റിമെമ്പർ മീ എന്ന കവിതയിലെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ആലിസ് വോക്കർ തൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത്? Answer. In the second stanza of the poem Remember Me, Alice Walker describes herself as a girl who takes care of others by holding their babies, cooking meals, sweeping yards and washing clothes. റിമെമ്പർ മീ എന്ന കവിതയിലെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എടുത്തും ഭക്ഷണം പാകം ചെയ്തും മുറ്റമടിച്ചു വാരിയും വസ്ത്രങ്ങൾ കഴുകിയും അവരെ പരിപാലിക്കുന്ന ഒരു പെൺകുട്ടിയായി ആലിസ് വോക്കർ സ്വയം വിശേഷിപ്പിക്കുന്നു. She also mentions that despite her hard work, she is still struggling and feels dark and rotting and wounded. കഠിനാധ്വാനം ചെയ്തിട്ടും താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണെന്നും അവർ പരാമർശിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ്? എന്താണ് എപ്പിറ്റാഫ്? ആൻസർ. ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ ഗ്രേവ് സ്റ്റോൺ ഇൻ മെമ്മറി ഓഫ് ദ ഡിസീസ്ഡ് ഈസ് നോൺ ആസ് എപ്പിറ്റാഫ്. മരിച്ചയാളുടെ സ്മരണയ്ക്കായി ശവകുടീരത്തിൽ എഴുതുന്ന ലിഖിതമാണ് എപ്പിറ്റാഫ്. ഇത് ദ ഗിഫ്റ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 24-ാമത്തെ പേജ് നോക്കിയാൽ ഇതിൻ്റെ ഉത്തരവും ഉദാഹരണവും കാണാം. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദി ഓൾഡ് കപ്പിൾ ഷെഡ് നോ ടിയേഴ്സ് ഇൻ ദ ഗിഫ്റ്റ്? ദ ഗിഫ്റ്റ് എന്ന കഥയിലെ വൃദ്ധ ദമ്പതികൾ കരയാത്തത് എന്തുകൊണ്ടാണ്? ആൻസർ. ദ ഓൾഡ് കപ്പിൾ ഷെഡ് നോ ടിയേഴ്സ് ബിക്കോസ് they think of their son as sleeping in the cemetery and they bid him good night as if he were still alive. തങ്ങളുടെ മകൻ സെമിത്തേരിയിൽ ഉറങ്ങുകയാണെന്ന് കരുതിയാണ് വൃദ്ധ ദമ്പതികൾ കരയാത്തത്. സെമിത്തേരി സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ അവരുടെ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന തരത്തിൽ അവർ അവനോട് ഗുഡ് നൈറ്റ് എന്നും പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഇതിൻ്റെ മലയാള വിവരണം ഈ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അടുത്ത ചോദ്യം, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ. ഇത് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയിലെ വരിയാണ്. ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ഓപ്ഷൻസ് ഹൈപ്പർബോളി, മെറ്റഫർ. റൈറ്റ് ആൻസർ മെറ്റഫർ. അടുത്ത ചോദ്യം, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ. ഓപ്ഷൻസ് സിമിലി, മെറ്റഫർ. ആൻസർ സിമിലി. Question 16 to 21, answer any 5. Each carries 4 scores. 16 മുതൽ 21 വരെയുള്ള ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. Question number 16. Filling the blanks with suitable prepositions. അനുയോജ്യമായ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഈ കൊടുത്തിരിക്കുന്നത് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ചാപ്റ്ററിലേതാണ്. ഇത് ടൈറ്റാനിക്കിലെ സോങ് ആണ്. ഈ പാട്ടിലെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് ശരിയായി എഴുതുക. ആൻസർ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 88-ാമത്തെ പേജിലുണ്ട്. ഇത് വളരെ ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ പാട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഓർ ഫ്രേസസ് ഗിവൺ ബിലോ ടു മേക്ക് സെൻസിബിൾ സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. അർത്ഥവത്തായ വാക്യങ്ങളായിരിക്കണം നിർമ്മിക്കേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളും അവിടെ അർത്ഥവും നമുക്ക് ആദ്യം നോക്കാം. ഫ്രജൈൽ, ദുർബലം എന്നാണ് ഫ്രജൈൽ എന്ന വാക്കിൻ്റെ മീനിങ്. ആർട്ടിഫിഷ്യൽ, കൃത്രിമം എന്നാണ് മീനിങ്. അറ്റാക്ക്, ആക്രമണം എന്നാണ് മീനിങ്. സിമ്പതി, സഹതാപം എന്നാണ് മീനിങ്. ഡിഫർ, മാറ്റിവെക്കുക, നീട്ടിവെക്കുക എന്നാണ് മീനിങ്. താഴെ 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിനാണോ ഈ പറഞ്ഞ വാക്കുകൾ യോജിക്കുന്നത് അത് എഴുതുക. ഇത് നമ്മൾ ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി, ചോദ്യോത്തരങ്ങൾ, ആക്ടിവിറ്റീസ് എന്നിവ ഈ ചാനലിൽ വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇപ്പോൾ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 84-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നതാണിത്. അതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി ഇംഗ്ലീഷ് എക്സാം പാസ്സാകാൻ തീർച്ചയായും സാധിക്കും. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ദീസ് ഫ്ലവേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ ബട്ട് ലുക്ക് ആസ് ദോ ദേ ആർ റിയൽ. ഈ പൂക്കൾ കൃത്രിമമാണ്, പക്ഷേ അവ യഥാർത്ഥ പൂക്കളാണെന്ന് തോന്നും.
ദോസ് ടോയ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് ആർ വെരി ഫ്രജൈൽ. ആ കളിപ്പാട്ടങ്ങൾ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ വളരെ ദുർബലവുമാണ്. ഐ ഹാവ് നോ സിമ്പതി ഫോർ പീപ്പിൾ ഹൂ മിസ്ബിഹേവ് വിത്ത് ദെയർ പെറ്റ്സ്. വളർത്തുമൃഗങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് ഒരു സഹതാപവുമില്ല. ഹി ഹാസ് ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് ഫീവർ. അദ്ദേഹത്തിന് പനി ബാധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ സെൻട്രൽ തീം ഓഫ് ദ പോം ദ ട്രാവൽ? ദ ട്രാവൽ എന്ന കവിതയുടെ തീം, പ്രമേയം എന്താണ്? ആൻസർ, ദ പോം ട്രാവൽ ബൈ ആർ.എൽ. സ്റ്റീവൻസൺ ഈസ് അബൌട്ട് ദ ജോയ് ഓഫ് എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ് ആൻഡ് എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് തിങ്സ്. ആർ.എൽ. സ്റ്റീവൻസന്റെ ദ ട്രാവൽ എന്ന കവിത പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെയും വ്യത്യസ്ത കാര്യങ്ങൾ അനുഭവിക്കുന്നതിൻ്റെയും സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. The speaker wants to travel to far off lands and see new cultures. ഈ കവിതയിലെ സ്പീക്കർ ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനും പുതിയ സംസ്കാരങ്ങൾ കാണാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു. He dreams of visiting exciting places and meeting new people. സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ കാണാനും സ്പീക്കർ സ്വപ്നം കാണുന്നു. The poem shows the speaker's curiosity and love for adventure. ഈ കവിതയിൽ സ്പീക്കർ, അതായത് ഒരു ചെറിയ കുട്ടിയാണ് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നത്. സ്പീക്കറുടെ ജിജ്ഞാസയും സാഹസികതയോടുള്ള സ്നേഹവും ഈ കവിതയിൽ കാണാം. He wants to see and experience new things like golden apples and parrot islands. ഗോൾഡൻ ആപ്പിൾസ്, പാരറ്റ് ഐലൻഡ് ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും സ്പീക്കർ ആഗ്രഹിക്കുന്നു. The poem is about the thrill of discovery and the joy of traveling. പുതിയൊരു കാര്യം കാണുക, കണ്ടെത്തുക, അതിൻ്റെ ആവേശത്തെയും യാത്രയുടെ സന്തോഷത്തെയും കുറിച്ചുള്ളതാണ് ഈ കവിത. The speaker imagines many exciting things about his travel. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച് നിരവധി ആവേശകരമായ കാര്യങ്ങൾ സങ്കല്പിക്കുന്നു. The poem encourages us to be curious and love adventure. ജിജ്ഞാസുക്കളായിരിക്കാനും സാഹസികതയെ സ്നേഹിക്കാനും കവിത നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് മേക്സ് us want to explore the world. ലോകത്തെ അറിയാൻ ഈ കവിത നമ്മളെ പ്രേരിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ സെമിട്രി ദി ഓഥർ വിസിറ്റഡ് ഇൻ ദ ഗിഫ്റ്റ്. ദ ഗിഫ്റ്റ് എന്ന കഥയിൽ എഴുത്തുകാരൻ സന്ദർശിച്ച സെമിത്തേരിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ആൻസർ, The cemetery the author visited was a beautiful and peaceful place. എഴുത്തുകാരൻ സന്ദർശിച്ച സെമിത്തേരി ഭംഗിയുള്ളതും സമാധാനപരവുമായ ഒരു സ്ഥലമായിരുന്നു. It had a big garden around it with many trees and flowers. ചുറ്റും ധാരാളം മരങ്ങളും പൂക്കളും നിറഞ്ഞ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. People from all walks of life were buried there, rich and poor, famous and unknown. ധനികരും ദരിദ്രരും പ്രശസ്തരും അജ്ഞാതരും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. The author felt that the cemetery was a special place where people remembered and honored their loved ones. ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് സെമിത്തേരി എന്ന് എഴുത്തുകാരന് തോന്നി. അടുത്ത ചോദ്യം, ഹൗ ഈസ് ദ ലവർ പ്രസന്റഡ് ഇൻ ദ പോം ദ 7 Ages ഓഫ് മാൻ? ദ 7 Ages ഓഫ് മാൻ എന്ന കവിതയിൽ കാമുകനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ആൻസർ, ദ ലവർ ഇൻ ദ പോം ദ 7 Ages ഓഫ് മാൻ ഈസ് പ്രസന്റഡ് ആസ് someone who is very emotional and expressive. ദ 7 Ages ഓഫ് മാൻ എന്ന കവിതയിൽ കാമുകനെ വളരെ വൈകാരികത പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. He overwhelmed by his feelings and pours his heart out through sad songs and poems. ദുഃഖഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയും അദ്ദേഹം തൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. He is deeply passionate and romantic and his emotions are intense. അദ്ദേഹം വികാരഭരിതനാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ തീവ്രവുമാണ്. This stage shows how strong and deep feelings can be when you are young and in love. ഒരു വ്യക്തി ചെറുപ്പവും കൂടാതെ പ്രണയത്തിലുമായിരിക്കുമ്പോൾ വികാരങ്ങൾ എത്രത്തോളം ശക്തവും ആഴമേറിയതുമായിരിക്കുമെന്ന് ഈ ഘട്ടം കാണിക്കുന്നു. അടുത്ത ചോദ്യം, ഹൗ ഫാർ ഈസ് ദി ഓതേഴ്സ് ലവ് ഓഫ് വൈൽഡ് ലൈഫ് റിവീൽഡ് ഇൻ മൈ എക്സെൻട്രിക് ഗസ്റ്റ്? മൈ എക്സെൻട്രിക് ഗസ്റ്റ് എന്ന സ്റ്റോറിയിൽ എഴുത്തുകാരൻ്റെ വന്യജീവി സ്നേഹം എത്രത്തോളം കാണാൻ സാധിക്കും?
ആൻസർ നോക്കാം. റസ്കിൻ ബോൺസ് ലവ് ഫോർ വൈൽഡ് ലൈഫ് ഈസ് ക്ലിയർലി സീൻ ഇൻ ഹിസ് സ്റ്റോറി മൈ എക്സെൻട്രിക് ഗസ്റ്റ്. റസ്കിൻ ബോണ്ടിൻ്റെ മൈ എക്സെൻട്രിക് ഗസ്റ്റ് എന്ന കഥയിൽ വന്യജീവികളോടുള്ള സ്നേഹം വ്യക്തമായി കാണാം. He has a deep appreciation for nature and the creatures that live in it. പ്രകൃതിയോടും അതിൽ വസിക്കുന്ന ജീവികളോടും അദ്ദേഹത്തിന് ആഴമായ വിലമതിപ്പുണ്ട്. Through his writing, Bond shows his fascination with animals and the importance of respecting and caring for them. തൻ്റെ എഴുത്തിലൂടെ റസ്കിൻ ബോണ്ട് ജീവികളോടുള്ള തൻ്റെ ആകർഷണവും അവയെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും കാണിക്കുന്നു. Bond stories often feature birds, insects, and other animals, highlighting his love for the natural world. റസ്കിൻ ബോണ്ടിൻ്റെ കഥകളിൽ പലപ്പോഴും പക്ഷികളെയും പ്രാണികളെയും മറ്റു മൃഗങ്ങളെയും നമുക്ക് കാണാം. പ്രകൃതി ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇത് എടുത്തു കാണിക്കുന്നു. He writes about the beauty of wildlife and the need to preserve it. വന്യജീവികളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കാണാം. By reading his stories, we can learn to appreciate and respect nature. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുന്നതിലൂടെ പ്രകൃതിയെ അഭിനന്ദിക്കാനും ബഹുമാനിക്കാനും നമുക്ക് പഠിക്കാം. In his writing, Bond shows that animals can be our friends and companions. മൃഗങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടാളികളുമാകാൻ കഴിയുമെന്ന് റസ്കിൻ ബോണ്ട് തൻ്റെ എഴുത്തിലൂടെ കാണിക്കുന്നു. He inspires us to care for and protect the natural world. പ്രകൃതി ലോകത്തെ പരിപാലിക്കാനും സംരക്ഷിക്കാനും അദ്ദേഹം നമ്മളെ പ്രചോദിപ്പിക്കുന്നു. Overall, Bond's love for wildlife is evident in his stories and it encourages us to do the same. മൊത്തത്തിൽ റസ്കിൻ ബോണ്ടിൻ്റെ വന്യജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ കഥകളിൽ പ്രകടമാണ്. അത് നമ്മളെയും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. Questions 22 to 26 answer any 4. Each carries 6 scores. 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6 മാർക്ക് വീതം. Sketch the character of the grandmother in Sudha Murthy's How I Taught My Grandmother to Read. സുധാ മൂർത്തിയുടെ How I Taught My Grandmother to Read എന്ന സ്റ്റോറിയിൽ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. ഇതിൻ്റെ ആൻസർ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. യു ഹാപ്പൻ ടു ലിസൺ ടു ദ റിട്ടയർമെൻറ്റ് സ്പീച്ച് ഓഫ് ദ ലെജൻഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് അബൌട്ട് ഹൗ കോഹ്ലീസ് സ്പീച്ച് ഇൻസ്പയർഡ് യു. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രസംഗം നിങ്ങൾ കേൾക്കാനിടയായി. കോഹ്ലിയുടെ പ്രസംഗം നിങ്ങൾക്ക് എങ്ങനെ പ്രചോദനം നൽകി എന്ന് വിശദീകരിക്കുന്ന ഒരു ഇമെയിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുക. ആൻസർ നോക്കാം. ഇതുപോലൊരു ബോക്സ് വരച്ചു വേണം ഇമെയിൽ എഴുതേണ്ടത്. ഫ്രം, ടു, CC, സബ്ജക്റ്റ് എന്നിവ എഴുതുക. ഫ്രം ആരാണോ അയക്കുന്നത് അവരുടെ പേര് വയ്ക്കുക. ഇവിടെ ഫ്രം വെച്ചിരിക്കുന്നത് neetu@gmail.com എന്നാണ്. ടു വച്ചിരിക്കുന്നത് nisha@gmail.com എന്നാണ്. CC എന്നതിൽ ഒന്നും കൊടുക്കേണ്ടതില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ സെയിം മെയിൽ അയക്കുമ്പോഴാണ് CC വയ്ക്കുന്നത്. അതിന് താഴെ സബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലീസ് റിട്ടയർമെൻറ്റ് സ്പീച്ച് ഇൻസ്പയർഡ് മീ എന്നാണ്. അതിന് താഴെ സല്യൂട്ടേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹായ് നിഷ എന്നാണ്. ഇനി കണ്ടന്റ് മെയിൻ ബോഡി എഴുതുക. അതിനുശേഷം ക്ലോസിംഗ് സല്യൂട്ടേഷൻ ഇവിടെ ലവ് നീതു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെൻഡ് എന്നൊരു ചെറിയ ബോക്സ് കൂടി സൈഡിൽ ഉൾപ്പെടുത്തണം. ഇനി ഇമെയിലിൻ്റെ കണ്ടന്റിലേക്ക് കടക്കാം. സ്ഥലം തികയാത്തത് കാരണമാണ് ഇവിടെ 2 സ്ലൈഡായി കാണിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം ഒരു പേജിൽ എഴുതാൻ ശ്രമിക്കുക. കണ്ടന്റ് നോക്കാം. ഹായ് നിഷ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ നന്നായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ജസ്റ്റ് ഹെർഡ് വിരാട് കോഹ്ലീസ് റിട്ടയർമെൻറ്റ് സ്പീച്ച് ആൻഡ് ഐ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രസംഗം ഞാൻ കേട്ടു. അത് നീയുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് വാസ് ട്രൂലി ഇൻസ്പയറിംഗ്. അത് ശരിക്കും പ്രചോദനാത്മകമായിരുന്നു. കോഹ്ലി സ്പോക്ക് അബൌട്ട് ഹിസ് ജേർണി, ഹിസ് സ്ട്രഗിൾസ് ആൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്. തൻ്റെ യാത്രയെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കോഹ്ലി സംസാരിച്ചു. ഹി ടോക്ക്ഡ് അബൌട്ട് ഹൗ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹെൽപ് ഹിം റീച്ച് ദ ടോപ്പ്. കഠിനാധ്വാനവും സമർപ്പണവും തന്നെ ഉന്നതിയിലെത്താൻ സഹായിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. He also thanked his family, friends and fans for their support.
അദ്ദേഹത്തിനെ പിന്തുണച്ച കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. വാട്ട് ഇൻസ്പയർഡ് മീ ദ മോസ്റ്റ് വാസ് ഹിസ് പാഷൻ ആൻഡ് ലവ് ഫോർ ദ ഗെയിം. എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ചത് ക്രിക്കറ്റ് കളിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശവും സ്നേഹവുമാണ്. ഈവൻ ആഫ്റ്റർ പ്ലേയിങ് ഫോർ സോ മെനി ഇയേഴ്സ് ഹി സ്റ്റിൽ ഹാഡ് ദ സെയിം എൻത്യൂസിയാസം ആൻഡ് എനർജി. ഇത്രയും വർഷങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും അതേ ഉത്സാഹവും ഊർജവും ഉണ്ട്. ഹി ഷോഡ് us that with hard work and perseverance we can achieve our dreams. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. His speech made me realize the importance of following my own passions and working hard to achieve my goals. എൻ്റെ സ്വന്തം അഭിനിവേശങ്ങൾ പിന്തുടരുകയും എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ ബോധ്യപ്പെടുത്തി. I am feeling motivated to do my best and pursue my dreams. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ പരമാവധി ശ്രമിക്കാൻ എനിക്ക് പ്രചോദനം ലഭിച്ചു. ഹാവ് യു ഹേർഡ് ഹിസ് സ്പീച്ച്? നീ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോ? വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് ഇറ്റ്? നിനക്ക് ആ പ്രസംഗത്തെക്കുറിച്ച് എന്താണ് തോന്നിയത്? ലെറ്റ്സ് ഡിസ്കസ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇത്രയും എഴുതിയ ശേഷം ആരാണോ ഇമെയിൽ അയക്കുന്നത് അയാളുടെ പേര് അടിയിൽ എഴുതുക. ഇവിടെ ലവ് നീതു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ആഫ്റ്റർ ഹാവിംഗ് റീഡ് ദ ചാപ്റ്റർ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് യു റൈറ്റ് എ ഡയറി എൻട്രി ടു യുവർ സിസ്റ്റർ urging her to read the story which you really liked. സുധാമൂർത്തിയുടെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന ചാപ്റ്റർ വായിച്ച നിങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥ വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരിക്ക് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. മന്ത്, ഇയർ, ഡേ, ടൈം എഴുതുക. ഓപ്പണിംഗ് സല്യൂട്ടേഷൻ കൊടുക്കുക. ഇവിടെ ഡിയർ അഞ്ജലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. I just finished reading a story called How I Taught My Grandmother to Read by സുധാമൂർത്തി. സുധാമൂർത്തി എഴുതിയ How I Taught My Grandmother to Read എന്ന സ്റ്റോറി ഞാൻ വായിച്ചു തീർത്തു. I really loved it. എനിക്ക് അത് ശരിക്കും ഇഷ്ടപ്പെട്ടു. The story is about a grandmother who learns to read with the help of her granddaughter. പേരക്കുട്ടിയുടെ സഹായത്തോടെ വായിക്കാൻ പഠിക്കുന്ന ഒരു മുത്തശ്ശിയെക്കുറിച്ചാണ് കഥ. I think you will love it too. നിനക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. It's a heartwarming story that shows how education can change people's lives. വിദ്യാഭ്യാസം ആളുകളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് കാണിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കഥയാണിത്. The grandmother in the story is so determined to learn and it's inspiring. കഥയിലെ മുത്തശ്ശി പഠിക്കാൻ വളരെ ദൃഢനിശ്ചയമുള്ള ആളാണ്. അത് പ്രചോദനം തരുന്നതുമാണ്. You should definitely read this story. നീ തീർച്ചയായും ഈ കഥ വായിക്കണം. It's short and easy to understand. ഈ കഥ ചെറുതും മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. And it will make you think about the importance of education. കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത് നിന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യും. ഇത്രയും എഴുതിയ ശേഷം ഡയറി എഴുതുന്ന ആളുടെ പേരെഴുതി അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം, ഗുഡ് മാനേഴ്സ് മേക്ക് ഗുഡ് ഫ്രണ്ട്സ്. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേഴ്സ് ഇൻ ലൈഫ്. നല്ല പെരുമാറ്റം നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. ജീവിതത്തിൽ നല്ല പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. ഇതിൻ്റെ ആൻസർ ഗുഡ് മാനേഴ്സ് സമ്മറിയും ചോദ്യോത്തരങ്ങളും എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അടുത്ത ചോദ്യം, പ്രിപ്പയർ ആൻ അപ്രീഷിയേഷൻ ഓഫ് ദ പോം ദ 7 Ages of Man ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറുടെ ദ 7 Ages of Man എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഈ ചാനലിലുണ്ട്. ആ വീഡിയോ കാണുക. Questions 27 to 29, attempt any 2. Each carries 8 scores. 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. 8 മാർക്ക് വീതം. Prepare a speech on the necessity for more consideration, representation and recognition to the differently able in the society. സമൂഹത്തിൽ ശാരീരിക വൈകല്യങ്ങളുള്ളവർക്ക് കൂടുതൽ പരിഗണന, പ്രാതിനിധ്യം, അംഗീകാരം എന്നിവ നൽകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഇത് എഴുതാൻ വേണ്ട സൂചനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ഇത് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ഈ ചാനലിലുണ്ട്. ആ വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ റൈറ്റ് അപ്പോൺ ദ ടോപ്പിക് ഗുഡ് മാനേഴ്സ് ഇൻ അബൌട്ട് എ പേജ്. ഗുഡ് മാനേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് എഴുതുക. ഇത് എഴുതാനുള്ള സൂചനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ഈ ചാനലിലുണ്ട്. ഇതിൻ്റെ ഉത്തരം അതിലുണ്ട്. ആ വീഡിയോ കാണുക. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് പോം സിംഫണി ഇൻ യെല്ലോ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പോം ദ ട്രാവൽ ബൈ ആർ.എൽ. സ്റ്റീവൻസൺ. ഓസ്കാർ വൈൽഡ് എഴുതിയ സിംഫണി ഇൻ യെല്ലോ എന്ന കവിതയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കവിത വായിച്ച ശേഷം നിങ്ങൾ പഠിച്ച ആർ.എൽ. സ്റ്റീവൻസന്റെ ട്രാവൽ എന്ന കവിതയുമായി താരതമ്യം ചെയ്ത് എഴുതുക. സിംഫണി ഇൻ യെല്ലോ എന്ന കവിത നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്, അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കവിത ഇതുപോലെ കമ്പയർ ചെയ്ത് എഴുതാൻ വരികയാണെങ്കിൽ നിങ്ങൾ പഠിച്ച കവിതയുടെ ആസ്വാദനക്കുറിപ്പെങ്കിലും എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. പകുതി മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് 2024 +2 ഇംഗ്ലീഷ് ചോദ്യപേപ്പർ. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്